വിശദമായ വാർത്തകളിലേക്ക്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ്. ജനുവരി 12 ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചുകൊണ്ടാണ് ഇഡി നോട്ടീസ് നൽകിയിരിക്കുന്നത്. കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. നോട്ടീസ് അയക്കുന്നത് നേരത്തെ ഹൈക്കോടതി തടഞ്ഞിരുന്നു. ഇപ്പോൾ വിശദാംശങ്ങൾ നിധിൻ പ്രഭാകരൻ നമുക്ക് നൽകുന്നുണ്ട്. നിധിൻ, ഇപ്പോൾ വീണ്ടും തോമസ് ഐസക്കിന് ജനുവരി 12 ചോദ്യം ചെയ്യലിന് ഹാജരാകുവാൻ ഇഡി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. കൊച്ചി ഓഫീസിൽ ഹാജരാകണം, ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കിഫ്ബി മസാല ബോണ്ട് കേസിലാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ മാസം 12 കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ രാവിലെ 10 മണിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് തോമസ് ഐസക്കിനോട് ഇഡി ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നേരത്തെ ഹൈക്കോടതി തോമസ് ഐസക്കിന് നോട്ടീസ് അയക്കുന്നത് തടഞ്ഞിരുന്നു. വ്യക്തിഗത വിവരങ്ങൾ ചോദിച്ചെന്ന തോമസ് ഐസക്കിന്റെ ഹർജിയിലായിരുന്നു ഈ നടപടി. ഇഡി തനിക്ക് തുടർച്ചയായി സമൻസ് അയക്കുകയാണെന്നും അനാവശ്യ രേഖകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുന്നുവെന്നും കേസിന്റെ പിന്നിൽ രാഷ്ട്രീയ താല്പര്യമാണെന്നായിരുന്നു തോമസ് ഐസക്കിന്റെ വാദം. ബന്ധുക്കളുടേതടക്കം 10 വർഷത്തെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും ഹാജരാക്കണമെന്ന് ഇഡി ആവശ്യപ്പെട്ടെന്നും തോമസ് ഐസക്ക് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതെല്ലാം ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു തോമസ് ഐസക്ക് ഹൈക്കോടതിയെ സമീപിച്ചത്. തുടർന്ന് തോമസ് ഐസക്കിന് സമൻസ് അയക്കുന്നത് നിർത്തിവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ കേസിന്റെ അന്വേഷണവുമായി ഇഡിക്ക് മുന്നോട്ടു പോകാമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഈ തോമസ് ഐസക്കിന് പുതിയ സമൻസ് അയക്കാൻ ഹൈക്കോടതി അനുവാദം നൽകുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർണായക നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ മാസം 12 ഹാജരാകണമെന്നാവശ്യപ്പെട്ട് തോമസ് ഐസക്കിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. അനുജ, വ്യക്തമാണ് നിധിൻ. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും ജനുവരി 12 ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ ഇഡി നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് നിധിൻ പ്രഭാകരനാണ്. കല്യാശ്ശേരി MLA